ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ 19 മുതൽ 22 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇൻ ദ പ്രീവിയസ് വീഡിയോ വി ഹാവ് ലേൺഡ് അബൌട്ട് ഹൗ ദ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് ആൻഡ് എക്കണോമിക് പോളിസീസ് affected the farmers and artisans, resistance against exploitation and from agriculture to rebellion. Today's video we are going to learn about some of the revolts that took place in India against the British. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. So let's move on to the video. Question number 44. What is the meaning of the word ഉൽഗുലാൻ? ഉൽഗുലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഗ്രേറ്റ് അപ്രോർ ഓർ ഗ്രേറ്റ് അപ്ഹീവൽ, വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം. നെക്സ്റ്റ് വൺ, ഹൂ ലെഡ് ദ മുണ്ട റിബല്യൻ? മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ബിർസ മുണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദ റീസൺസ് ഫോർ ദി മുണ്ട റിബല്യൻ? മുണ്ട കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ആൻസർ ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിംഗ്, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി കയ്യേറ്റവും. ദെൻ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മെർച്ചൻസ്, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മുണ്ട റിബല്യൻ. മുണ്ട കലാപത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഇൻ 1899 ദ മുണ്ട ട്രൈബ് സ്റ്റാർട്ടഡ് ആൻ ആംഡ് റിബല്യൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ദ റിബല്യൻ വാസ് ലെഡ് ബൈ ബിർസ മുണ്ട, ഹു സോട്ട് ടു ബ്രേക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആൻഡ് established a Munda kingdom in the Munda tribal areas of present-day Jharkhand. There were clashes with the British police at many places and many Munda tribesmen were killed in the firing in Ranchi. Birsa Munda was imprisoned and died there. The Munda rebellion was brutally suppressed by the British. 1899 മുണ്ട ഗോത്രം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് ഒരു മുണ്ട രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷ് പോലീസുമായിട്ട് ഏറ്റുമുട്ടലുകൾ നടക്കുകയും റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ നിരവധി മുണ്ട ഗോത്രക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. ബിർസ മുണ്ടയെ ജയിലിലടയ്ക്കുകയും അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായിട്ട് അടിച്ചമർത്തി. നെക്സ്റ്റ് വൺ, നെയിം സം ട്രൈബൽ റിബല്യൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളുടെ പേരുകൾ പറയുക എന്നതാണ് ചോദ്യം. ആൻസർ മുണ്ട റിബല്യൻ, കുർച്ചിയ റിബല്യൻ, പഹാരിയ റിബല്യൻ, കോൾ റിബല്യൻ, ബീൽ റിബല്യൻ ആൻഡ് കാസി റിബല്യൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ജൻജാതീയ ഗൗരവ് ദിവസ്? ദാറ്റ് മീൻസ് ട്രൈബൽ പ്രൈഡ് ഡേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏത് ദിവസമാണ് ജൻജാതീയ ഗൗരവ് ദിവസ്, അതായത് ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നത്? ആൻസർ നവംബർ 15. നെക്സ്റ്റ് വൺ, ഹു ഈസ് ദ ഓൺലി ട്രൈബൽ ലീഡർ ടു ബി ഓണേർഡ് വിത്ത് ഹിസ് പോർട്രേറ്റ് ഡിസ്പ്ലേഡ് ഇൻ ദ ഇന്ത്യൻ പാർലമെൻറ്റ്? ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്വന്തം ഛായാചിത്രം പ്രദർശിപ്പിച്ച് ആദരിക്കപ്പെട്ട ഒരേയൊരു ആദിവാസി നേതാവ് ആരാണ്? ആൻസർ ബിർസ മുണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ നോവൽ റിട്ടൺ ബൈ ഇക്ബാൽ ദുറാനി വിത്ത് ബിർസ മുണ്ട ആസ് ദ സെൻട്രൽ ക്യാരക്ടർ? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി എഴുതിയ നോവൽ ഏതാണ്? ആൻസർ ഗാന്ധി സെ പെഹലെ ഗാന്ധി. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നോവൽ റിട്ടൺ ബൈ മഹാശ്വേത ദേവി വിത്ത് ബിർസ മുണ്ട ആസ് ദ സെൻട്രൽ ക്യാരക്ടർ? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി എഴുതിയ നോവലിൻ്റെ പേരെന്താണ്? ആൻസർ ആരണ്യർ അധികാർ. നെക്സ്റ്റ് വൺ, ബൈ വാട്ട് നെയിം ഈസ് ഉൽഗുലാൻ കോമൺലി നോൺ? ഉൽഗുലാൻ പൊതുവെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ മുണ്ട റിബല്യൻ. നെക്സ്റ്റ് വൺ, വാട്ട് വാസ് ദ നെയിം ഗീവൺ ടു മിലിറ്ററി ലീഡേഴ്സ് ഇൻ തമിഴ്നാടു? തമിഴ്നാട്ടിലെ സൈനിക നേതാക്കൾക്ക് നൽകിയ പേര് എന്തായിരുന്നു? ആൻസർ പോളിഗേഴ്സ്. നെക്സ്റ്റ് വൺ, ദ ഇംഗ്ലീഷ് വേർഡ് പോളിഗർ ഈസ് ഡെറൈവ്ഡ് ഫ്രം വിച്ച് തമിഴ് വേർഡ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്? പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഏത് തമിഴ് വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ പാളയക്കാർ, മീനിങ് ക്യാമ്പ് ഓർ മിലിറ്ററി ക്യാമ്പ്, അതായത് പാളയക്കാർ എന്നാൽ പാളയം അല്ലെങ്കിൽ സൈനിക താവളം എന്ന അർത്ഥം. നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മനെ കുറിച്ച് ഒരു ചെറു കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ആൻസർ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ വാസ് എ പോളിഗർ ഓഫ് പാഞ്ചാലം കുറിച്ചിയാറ്റ് തിരുനെൽവേലി.
As a renowned protector of his people, Kattabomman had a good relationship with his people. The ruler of Panjalam Kuruchi surrendered to the British, but Kattabomman was not willing to do so. The fact that Kattabomman questioned the tax collection by the British made him their enemy. Kattabomman fought against the British and died as a hero. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ ഒരു പോളിഗറായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. തന്റെ ജനങ്ങളുടെ പ്രശസ്തനായ സംരക്ഷകൻ എന്ന നിലയിൽ കട്ടബൊമ്മന് തന്റെ ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. പാഞ്ചാലം കുറിച്ചിയുടെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി. പക്ഷേ കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവിനെ കട്ടബൊമ്മൻ ചോദ്യം ചെയ്തത് അദ്ദേഹത്തെ അവരുടെ ശത്രുവാക്കി. കട്ടബൊമ്മൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. നെക്സ്റ്റ് വൺ, വിച്ച് വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൺ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ, ദ ആറ്റിങ്ങൽ റിവോൾട്ട് ഓഫ് 1721. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ദി ആറ്റിങ്ങൽ റിവോൾട്ട്. ആറ്റിങ്ങൽ കലാപം എന്താണെന്ന് നിർവചിക്കുക. ആൻസർ, എ ബ്രിട്ടീഷ് കണ്ടിൻജന്റ് ഓഫ് 140 ലെഡ് ബൈ ജിഫോർഡ് arrived to give gifts to the Attingal Rani, despite the opinion that it was sufficient to give gifts only through the landlords. The contingent was attacked and killed by the locals without any distinction of class, color, caste, and religion. Moreover, the British fort at Anjudanga was surrounded and blockaded. The Attingal Revolt of 1721 was the first organized rebellion against the British rule in Kerala. ജന്മിമാർ വഴി മാത്രം സമ്മാനങ്ങൾ നൽകിയാൽ മതിയെന്ന അഭിപ്രായമുണ്ടായിട്ടും ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140 പേരടങ്ങുന്ന ഒരു ബ്രിട്ടീഷ് സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായിട്ടെത്തി. വർഗ, വർണ്ണ, ജാതി, മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആ സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധിച്ചു. 1721 ആറ്റിങ്ങൽ കലാപം കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു. നെക്സ്റ്റ് വൺ, വിച്ച് വാസ് ദ ഫസ്റ്റ് മിലിറ്ററി റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതാണ്? ആൻസർ, ദ വെല്ലൂർ മ്യൂട്ടിനി ഇൻ തമിഴ്നാടു. നെക്സ്റ്റ് വൺ, വാട്ട് വാസ് ദ മെയിൻ കോസ് ഓഫ് ദ വെല്ലൂർ മ്യൂട്ടിനി? വെല്ലൂർ കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ആൻസർ, ചേഞ്ചസ് ഇൻ ദ ഡ്രസ് കോഡ് ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ് ബൈ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർ ദ മെയിൻ കോസ് ഓഫ് ദ മ്യൂട്ടിനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വസ്ത്രധാരണത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് കലാപത്തിന് പ്രധാന കാരണം. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് റാണി ചെന്നമ്മ ഓഫ് കിട്ടൂർ ഡിക്ലെയർ വാർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? കിട്ടൂരിലെ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ട്? ആൻസർ, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് കിട്ടൂർ റൂളർ ശിവലിംഗ രുദ്രദേശായി, ഹിസ് വിഡോ ചെന്നമ്മ ഡിസൈഡഡ് ടു അഡോപ്റ്റ് എ ബോയ്. ദിസ് വാസ് പ്രിവെന്റഡ് ബൈ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിച്ച് അനക്സ്ഡ് കിട്ടൂർ ടു ബ്രിട്ടീഷ് ഇന്ത്യ. Provoked by this, റാണി ചെന്നമ്മ ഡിക്ലെയർഡ് വാർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. കിട്ടൂർ ഭരണാധികാരി ശിവലിംഗ രുദ്രദേശായിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് തടഞ്ഞു. കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർത്തു. ഇതിൽ പ്രകോപിതയായ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇനി പേജ് നമ്പർ 22-ൽ ഒരു ചാർട്ട് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഒരു ടേബിള്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ അനലൈസിങ് ദ റിവോൾട്ട്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഇന്ത്യ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ്, അതിൽ ഫസ്റ്റ് വരുന്നത് പെസൻസ് റിബല്യൻസ്. പെസൻസ് റിബല്യൻസിൽ വരുന്ന രണ്ട് ഇത് സന്യാസി ഫക്കീർ റിബല്യൺ. ഇനി ഫില്ല് ചെയ്യാനായിട്ടുള്ളത് നീലം പെസൻറ്റ് റിവോൾട്ട്. ഇനി അടുത്ത് വരുന്നത് ട്രൈബൽ റിബല്യൻസ് ആണ്. അതിൽ വരുന്നത് സാന്താൾ റിബല്യൺ, ഉൽഗുലാൻ, ദാറ്റ് മീൻസ് മുണ്ട റിബല്യൺ. ഇനി നെക്സ്റ്റ് വൺ റിബല്യൺ ലെഡ് ബൈ മിലിറ്ററി ലീഡേഴ്സ്. അതിൽ വരുന്നത് പോളിഗർ റിബല്യൺ. ദെൻ നെക്സ്റ്റ് വൺ റിബല്യൺ ലെഡ് ബൈ വുമൺ, കിട്ടൂർ റിബല്യൺ. ആൻഡ് ലാസ്റ്റ് വൺ പോപ്പുലർ റിബല്യൺ, ദാറ്റ് മീൻസ് ആറ്റിങ്ങൽ റിവോൾട്ട്. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി അടുത്ത ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.